ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴയ ഒരു ചുരിദാർ വെച്ചിട്ട് കുട്ടികൾക്ക് പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഇഷ്ടം പോലെ പഴയ നൈറ്റിയും ചുരിദാറൊക്കെ ഉണ്ടാവും അല്ലെ. കുറച്ച് വണ്ണമൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ആ ചുരിദാർ പിന്നെ ഇടാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടതൊക്കെ ആയിരിക്കും. നമ്മളത് ഒരു അലമാരയുടെ ഒരു സൈഡ് അങ്ങോട്ട് വെച്ച് ആ സ്ഥലം അങ്ങോട്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചുരിദാറോ നൈറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. ചുമ്മാ അതിന്റെ സ്ഥലം അതുപോലെ നമ്മളത് പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിച്ചത്, അപ്പൊ അതൊന്നും നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു പഴയ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈൻ ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ചുരിദാർ ആണെങ്കിൽ പുറത്തു പോകുമ്പോൾ കുട്ടികൾക്ക് ഇട്ടുകൊണ്ട് പോവാം. ഞാനപ്പോൾ ഇവിടെ വീട്ടിൽ ഇടുന്ന ചുരിദാറാണ് കേട്ടോ. ഇതിപ്പോ എനിക്ക് നല്ല ടൈറ്റ് ആണ്, ഉള്ളിൽ കുറച്ച് തുണിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് അഴിക്കാൻ നിന്നില്ല. ഞാൻ കുട്ടിക്ക് ഒരു ഡ്രസ്സ്, ഒരു ഫ്രോക്ക് തയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു നല്ല ചുരിദാറാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ വീട്ടിലിടാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആ ചുരിദാറിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യമേ ഇതിന്റെ ഉൾവശം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ കുറെ നാളായി ഇങ്ങനെ മുടങ്ങി കിടക്കുക. ഇപ്പൊ ഇതേ ടോപ്പിന്റെ ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ഇതുപോലെ ചെയ്യുമ്പോഴും ഇതിന്റെ ഉൾവശം വേണം മടക്കിടാൻ കേട്ടോ. നല്ല വശം ഇടരുത്. നല്ല വശമൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ചെസ്റ്റ് ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് മടക്കെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ചുരിദാറിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും കുറച്ച് തയ്യൽ തുമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വണ്ണമൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാമല്ലോ. ഈ സ്റ്റിച്ച് അങ്ങോട്ട് അഴിച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് വേണം ഇങ്ങനെ അങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് ഇങ്ങനെ ആയിരിക്കണം ഇരിക്കേണ്ടത് കേട്ടോ. കാരണം നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് ഇനി ഇതിന്റെ ഈ ഷോൾഡറിന്റെ ഭാഗം, അതുപോലെ തന്നെ സ്ലീവിന്റെ ഭാഗം, പിന്നെ ഈ ചെസ്റ്റിന്റെ ഭാഗം, ഇതെല്ലാം ഇങ്ങനെ വെച്ച് ചുളി ഒന്നും വരുത്താതെ താഴത്തോട്ടും അങ്ങോട്ട് കറക്റ്റ് ലെവലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് താഴത്തേക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചുരിദാർ ചിലപ്പോൾ സ്ലിറ്റ് ഉള്ളതാവാം, ഇല്ലെങ്കിൽ ലൈൻ, ഇല്ലെങ്കിൽ അംബ്രല്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വീട്ടിലിടുന്ന ഇപ്പൊ സ്ലിറ്റ് ഒക്കെ ഉള്ളതാണെങ്കിലും കുട്ടികൾക്കാവുമ്പോൾ കുഴപ്പമുണ്ടാവത്തില്ല. ലൈൻ മോഡലിൽ തയ്ക്കാം. അത്യാവശ്യം നമുക്ക് വീതിക്കാണല്ലോ നമ്മൾ ഈ സ്ലിറ്റിന്റെ ടോപ്പൊക്കെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ടോപ്പ് നമ്മൾ കറക്റ്റ് ആക്കി ഇങ്ങനെയൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ മോളുടെ കറക്റ്റ് അളവിലുള്ള ഒരു ഫ്രോക്കോ ഇല്ലെങ്കിൽ ചെറിയ ചുരിദാറൊക്കെ ആണെങ്കിൽ അതാണെങ്കിലും മതി. അപ്പൊ ഞാനപ്പോൾ ഇതിന്റെ മീതേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ യോക്കാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഈ ഒരു ഫ്രോക്കിനും യോക്ക് ഉണ്ട്. അപ്പൊ ഈ രണ്ട് യോക്കും തമ്മിൽ ഒരുമിച്ച് അങ്ങോട്ട് വെക്കുവാണ്. അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോൾ ഇതുപോലത്തെ യോക്ക് ആയിരിക്കില്ല, എന്നാലും കുഴപ്പമില്ല. നേരെ ഇതിന്റെ മേളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ പ്രത്യേകിച്ച് ഇനി അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നേരെ ഈ ഒരു ഫ്രോക്കിന്റെ കറക്റ്റ് ഇപ്പുറത്തേക്ക് കുറച്ചുകൂടി തയ്യൽ തുമ്പിട്ടങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് പോയാൽ മതി. ഞാനിത് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഈ ഷോൾഡറും ആം ഹോളൊക്കെ ഒന്ന് ഇതേ രീതിക്ക് അങ്ങോട്ട് വരച്ചെടുക്കും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ടേപ്പിന്റെ ആവശ്യമൊന്നും അധികം ഉണ്ടാവത്തില്ല, അളവെടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നമ്മുടെ കറക്റ്റ് മോളുടെ അളവിലുള്ള ഒരു ഫ്രോക്ക് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഷോൾഡർ ഇതാണ്. തൊട്ട് മുകളിൽ കുറച്ചിങ്ങനെ അങ്ങോട്ട് കടത്തി ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഷോൾഡർ ജോയിന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആം ഹോൾ ആണ് കുഴിച്ചു വരയ്ക്കേണ്ടത്. അപ്പോൾ ആം ഹോൾ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മീതെ ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. കുറച്ച് നമ്മളുടെ കൈ ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് കറക്റ്റ് വരേണ്ടത്. ഇവിടെയും കുറച്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ഒന്ന് കടത്തി കൊടുക്കുക. കുറച്ചുകൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഇപ്പോൾ തന്നെ നമ്മുടെ നഖം വെച്ചിട്ട് കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കിട്ടും. ഇവിടെ ഒരു ആം ഹോളിന് മാർക്കിങ് കിട്ടും. ഇനി വരുന്നത് ചെസ്റ്റ് അളവാണ്. ഈ കാണുന്നതാണ് ചെസ്റ്റ് അളവ്. അതിന്റെ മുകളിലും ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് കടത്തി വെട്ടുക. ഇനി സൈഡിലും കുറച്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ കൊടുക്കുക. കറക്റ്റ് അളവ് ഈ കാണുന്നതാണ്. ഞാൻ കുറച്ചുകൂടി തയ്യൽ തുമ്പ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവുക. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. അതെ, താഴത്തേക്ക് നമുക്കിനി ലെങ്ത് മാർക്ക് ചെയ്യാം. ഈ ഭാഗം വരെയാണ് നമുക്ക് ഈ ഒരു ഫ്രോക്കിന് ലെങ്ത് വേണ്ടത്. അപ്പൊ കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കിയിട്ട് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ മുകളിലുള്ള ഈ ഫ്രോക്ക് അങ്ങോട്ട് മാറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവെടുത്ത് ചെയ്യാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. താഴത്തു നിന്ന് ആദ്യമേ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക.
ചെയ്യേണ്ടത് ഇതാ ഈ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് അളവ് കിട്ടിയിട്ടുണ്ട്. ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തുനിന്ന് ഈ ആം ഹോള് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തേക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമേ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ഇനി ഈ ഒരു സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചു കളയണം. ഇതാ ഈ സ്റ്റിച്ചൊക്കെ അഴിച്ചിട്ടാണ് നമ്മൾ സ്ലീവ് എല്ലാം ഒന്ന് വെച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ഇതിൽ ചെയ്യാനുള്ളത് നമുക്ക് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്യലാണ്. അപ്പോൾ നമുക്കിനി നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. നെക്ക് എന്താണെങ്കിലും നമ്മളുടെ അളവിലായിരിക്കും നമ്മൾ ചെയ്യാല്ലേ. നമ്മുടെ അളവെന്ന് പറയുമ്പോൾ ഏകദേശം 3-3.25 ഇഞ്ച് വീതി ഉണ്ടാവും. കുട്ടികൾക്കെന്നൊക്കെ പറയുമ്പോൾ 2.5 ഇഞ്ച് മതി. അപ്പോൾ ചെയ്യേണ്ടത് കറക്റ്റ് ഈ വീതിക്ക് തന്നെ അങ്ങോട്ട് നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മീതേക്ക് അങ്ങോട്ട് കടത്തി കൊടുക്കും. അപ്പോൾ നെക്ക് അധികം പൈഡായി പോകത്തില്ല. അപ്പോൾ ഞാൻ നെക്കിന് ലെങ്ത് ഒരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒരുപോലെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കും. ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കിത് വൈഡ് ആയത് കറക്റ്റ് ആക്കാം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കും. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്ത ഒരു പാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്കിതാ ഇങ്ങനെയാണ് നെക്ക് കിട്ടിയിരിക്കുന്നത്. നെക്ക് നമുക്ക് കുഞ്ഞാക്കാം, അതിലൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്ലീവ് വെക്കണം. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒറ്റയടിക്ക് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതൊരു പഴയ ചുരിദാർ ഫ്രോക്കിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യല്ലേ. സാധാരണ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മോഡൽ ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റിയൊക്കെ ആയിരിക്കും. അത് ഒറ്റ ക്ലാസ്സിൽ എല്ലാം കാണിക്കുന്നത് കുറച്ച് എന്താ പറയുക, നല്ല ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്ന് പറയുമ്പോൾ കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് കാണാം. പുതിയ സ്ലീവ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ സ്ലീവ് ആയിരുന്നു എനിക്ക് ചുരിദാറിന് വെച്ചത്. അത് തന്നെ കൊണ്ട് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു 3/4 സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 3/4 വേണമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഷോർട്ട് ആണെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ 2 സ്ലീവ് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്രോസ് സ്ട്രിപ്സും വേണം. അതുപോലെ ബാക്കിൽ വള്ളി വെക്കണമല്ലോ. കാരണം ഫ്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഇടവിട്ടാണ് ചെയ്യാറുള്ളത്. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇടാനും ഊരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ തുണിയിൽ നിന്ന്, അതായത് താഴെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയ തുണിയാണ് കേട്ടോ. ഇതിൽ നിന്ന് ഫസ്റ്റ് ഞാൻ കുറച്ച് ക്രോസ് പീസ്, അതായത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതിൽ നിന്ന് നമ്മൾ 2 വള്ളി അങ്ങോട്ട് ചെയ്യും കേട്ടോ. ഇതാ കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാണ്. ഇതെല്ലാം നമ്മളൊന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. കുട്ടികളുടെ ആകുമ്പോൾ അധികവും വേണ്ടി വരത്തുമില്ല. നമുക്ക് വേണ്ടതുപോലെ വേണ്ട. കുറച്ച് ക്രോസ് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വള്ളിക്കാണ് വേണ്ടത്. വള്ളിക്ക് വെള്ള തുണിയുണ്ട്. താഴേന്ന് ലെങ്ത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇത് വള്ളിക്കും എടുക്കാം. 2 കഷ്ണമായിട്ട് അങ്ങോട്ട് വള്ളിക്കും കൂടെ അങ്ങോട്ട് എടുക്കുവാണ്. വള്ളിക്ക് വെള്ള 2 കഷ്ണമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ് തയ്ക്കാൻ, വളരെ ഈസിയാണ്. കട്ടിംഗ് ആണ് കുറച്ചെങ്കിലും സമയം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യമേ തന്നെ ഈ ക്രോസ് പീസ് എല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ. ദേ ഇനിയിപ്പോൾ 5-6 കഷ്ണം ഇങ്ങനെ ഒന്ന് വലിയ കഷ്ണമാക്കി ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ, ആദ്യമേ ഒരു നെക്ക് ചെയ്യും, അതായത് ഫ്രണ്ട് നെക്ക് ചെയ്യും, എന്നിട്ട് ബാക്ക് നെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഷോൾഡറൊക്കെ കൂട്ടുന്നത് അല്ലേ. പക്ഷെ ഇതിലങ്ങനെയല്ല. രണ്ടിന്റെയും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഈ ഷോൾഡർ ഒന്ന് കൂട്ടാം. എന്നിട്ടാണ് നമ്മൾ നെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതെ ഈ 2 വശവും വെച്ചിട്ട് ഞാൻ ദാ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡർ 2 സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് അത് കഴിയുമ്പോൾ ഇതും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെയും അങ്ങോട്ട് സ്റ്റിച്ച് അങ്ങോട്ട് ചെയ്തിട്ട് ഇതൊന്നും അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ ഒന്ന് കൂട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഫ്രോക്കിന്റെ ഉൾവശം എടുത്തു വെക്കാം. ഇതാണ് ഇതിന്റെ നല്ല വശം. അപ്പോൾ ഉൾവശം ഇങ്ങനെ എടുത്തു വെക്കാം. എന്നിട്ട് ആ ക്രോസ് സ്ട്രിപ്സ് ഇങ്ങനെ ഒന്ന് കൂട്ടിയതില്ലേ അതെടുക്കുക കേട്ടോ. 2 മടക്കി ഇങ്ങനെ തയ്ക്കരുത് കേട്ടോ. ഒറ്റ ഒരു ഇതിൽ വേണം ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ക്രോസ് പീസിന്റെ നല്ല വശം വേണം ഇതിന്റെ ഉൾവശത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് രണ്ടാമത് അഴിക്കേണ്ടി വരും. നെക്കൊക്കെയാണ്, അഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുളമായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഉൾവശം ഇതിന്റെ നല്ല വശം ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് 1/4 ഇഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാം. തയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച്
ഒരു 1/4 ഇഞ്ചോളം തുണിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കൈക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ദേ ഈ പാട് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒഴിച്ച് ഇട്ടേക്കാം. ഇതേപോലെ തന്നെ അറ്റമെത്തുമ്പോഴും കുറച്ച് 1/4 ഇഞ്ച് ഒഴിച്ചിടുക കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇതിങ്ങനെ ഒഴിച്ചിട്ടിട്ട് നേരെ ഷോൾഡറിൻ്റെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാ ക്രോസ് പീസ് ഇങ്ങനെ അങ്ങോട്ട് ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പറഞ്ഞില്ലേ ഇതിങ്ങനെ ഒഴിച്ച് ഇടണമെന്ന്. ഇതാ കണ്ടില്ലേ, ഈ ഭാഗത്ത് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, ആ ഒഴിച്ചിട്ട ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഇതേ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നൂല് കട്ട് ചെയ്ത് കളയുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഭാഗം ഒഴിച്ചിട്ട് കൊടുക്കുക. 1/4 ഇഞ്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരിച്ച് വരുമ്പോഴും വേണം, അതും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ ക്രോസ് പീസ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കഷ്ണമാണെങ്കിൽ നെക്കിന് ആ ഒരു ഭംഗി ഷേപ്പ് ഇതൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് അറ്റം വരെ കൊണ്ടുവരണം. അറ്റം വരെ കൊണ്ടുവരുമ്പോഴും കുറച്ച് ഒഴിച്ചിടണം. അതെന്താണെന്നറിയോ, നമുക്ക് അത് തമ്മിലൊന്ന് തയ്ച്ചങ്ങോട്ട് ക്ലോസ് ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പോൾ ദേ നമ്മുടെ ഇവിടെ വരെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫുൾ അങ്ങോട്ട് കാണിക്കുവാണ് കേട്ടോ. ഞങ്ങോട്ട് റൗണ്ട് ചെയ്ത് നമ്മൾ തുടങ്ങിയ ഭാഗമില്ലേ, അതായത് ഇതാ ഇവിടം വരെ നമുക്ക് തയ്ച്ച് കൊണ്ടുവന്ന് നിർത്തണം. ആ ഷോൾഡറിൻ്റെ പീസ് അവിടെ ഇരിക്കട്ടെ. ഈ ഒരു തുണി മാത്രം ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റം കൊണ്ടുവന്ന് തയ്ച്ച് നിർത്തുക. സ്റ്റിച്ച് കയറി പോകരുത്, അറ്റം കൊണ്ടുവന്ന് തയ്ച്ച് നിർത്തുക. എന്നിട്ട് നൂല് ഇങ്ങനെ വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് കളയാൻ വേണ്ടിയിട്ട്. ഈ തുണി കട്ട് ചെയ്യുമ്പോൾ, അതായത് ഇതാ ഈ തുണി കട്ട് ചെയ്യുമ്പോൾ, ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് കഷ്ണം തുണി ഇവിടെയും ഇങ്ങനെ കൂടുതലായിട്ട് നിർത്തുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ 2 കഷ്ണം തമ്മിൽ അങ്ങോട്ട് തയ്ച്ച് വെക്കണം. അതായത് ഇതാ ഇവിടെയും ഉണ്ട് കൂടുതൽ, ഇവിടെയും ഉണ്ട് കൂടുതൽ. ഇവ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തയ്ച്ച് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇത് ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഇതാ നല്ല വശമാണ് ഈ കാണുന്നത്. ഈ നല്ല വശത്തേക്ക് നമുക്ക് ഈ ക്രോസ് പീസ് ഇങ്ങനെ വേണം വരുത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലായിട്ട് അകന്നു പോയത് നമുക്കിത് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കണം. നമുക്കതിൽ അടുത്ത പണി ഇതാ ഈ ഭാഗത്ത് സ്ലീവ് ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കുക. ചെറിയ സ്ലീവാണ്, ഈ സ്ലീവ് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. 2 സ്ലീവും ഈ 2 ഭാഗത്തും ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു വള്ളിയും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് സൈഡ് മടക്കി അടിക്കുക. സൈഡ് കൂട്ടാൻ നേരത്ത് കാണിച്ചു തരാം. അപ്പോൾ സ്ലീവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ സൈഡ് ഒന്ന് കൂട്ടുവാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് വള്ളി ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിതാ ഈ ഭാഗത്ത് വെക്കുക. അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ ഫ്രോക്ക് ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. കറക്റ്റ് ഫിറ്റിൽ കുട്ടികൾക്ക് ഒരിക്കലും ഫ്രോക്ക് ചെയ്യരുത്. വള്ളിയുടെ അവിടെ എത്തുമ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 2 സൈഡ് ഭാഗം അങ്ങോട്ടൊന്ന് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് കൂട്ടി തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ ഭാഗം കൂടെ തയ്ക്കുവാണെങ്കിൽ നമ്മുടെ ചുരിദാർ കുട്ടികൾക്കുള്ള ഫ്രോക്കായി കഴിഞ്ഞു. ഫ്ലെയർ വേണമെങ്കിൽ കുറക്കാം, സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ കുറക്കരുത് കേട്ടോ. അത്രയും തന്നെ അങ്ങോട്ട് എടുത്തേക്ക്. ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പറേ സൈഡ് ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രോക്കിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ താഴെ ഭാഗമൊക്കെ അങ്ങോട്ട് മടക്കി അടിച്ചു. അതൊക്കെ ഇപ്പോൾ ക്ലാസ്സിൽ മിക്കവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇതേ നടുക്ക് ഞാനൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതെ സൈഡിലെ വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടാതെ വെച്ച ചുരിദാറാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നമ്മുടെ പഴയ ചുരിദാർ നൈറ്റിയൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിന്റെ വിലയാണ് നമ്മൾ തെറ്റിച്ച് കളയുന്നത് അല്ലേ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഒരു ബനിയനും ഒരു പാൻറ്റൊക്കെ ആണെങ്കിൽ കൂടെ ഒരു സെറ്റിന് തന്നെ 270-300 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ആകുമ്പോൾ കോട്ടൺ ആണ്. നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് ചൂടൊന്നും ഇല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇട്ടും കൊടുക്കാം. പിന്നെ അത് തയ്ച്ചെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് ചെയ്യാം കേട്ടോ. ഇഷ്ടം പോലെ ടൈം നമുക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടാവും.
അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.